പാടാം നമുക്ക് പാടാമിലെ നെക്സ്റ്റ് പെർഫോമർ ആണ് റോഹൻ മേനോൻ. റോഹൻ, വെൽക്കം ടു ദ സ്റ്റേജ്. ഹായ്, എൻ്റെ പേര് റോഹൻ മേനോൻ. ഞാൻ അബുദാബി ഇന്ത്യൻ സ്കൂൾ മുറൂർ 9th ഗ്രേഡിൽ പഠിക്കുന്നു. എനിക്ക് പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നാദലയം സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ശ്രീ വിഷ്ണു മാഷിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് വിശ്വനാഥ്. റോഹൻ ചെറിയ പ്രായം തൊട്ട് തന്നെ മ്യൂസിക്കിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റേജസിലൊക്കെ കയറി പാടാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ തന്നെ ഓരോരോ പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ആ ചെറിയ സമയത്തൊക്കെ, അച്ഛാ എനിക്ക് ഈ പാട്ട് പഠിക്കണം, അങ്ങനെ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കണ്ടിട്ടാണ് പിന്നെ അവനെ നമ്മൾ ഓരോരോ വേദികളിലേക്ക് പാടാനായിട്ട് പിന്നെ തുടങ്ങിയത്. ഇപ്പോൾ റോഹൻ അത്യാവശ്യം അബുദാബിയിലെ എല്ലാ സ്റ്റേജുകളിലും നന്നായിട്ട് പാട്ടുകൾ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട് റോഹന്. ഒരുപാട് മത്സരങ്ങളിൽ റോഹന് വിജയിക്കാനും സാധിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിലെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ശ്രീ വിഷ്ണു മോഹൻ ദാസ് ആണ്, നാദലയം സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് അബുദാബി. ഒപ്പം എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അവർ TV 24/7 എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഹായ് റോഹൻ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. എത്ര ക്ലാസ്സിൽ പഠിക്കുക? 9th. പിന്നെ പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? 5 വർഷം മുതൽ പഠിക്കുന്നുണ്ട്. 5ാമത്തെ വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. 5ാമത്തെ വയസ്സ് മുതൽ പഠിക്കുന്നു. റോഹൻ, ഹലോ സർ. എന്താണ്, സുഖമാണോ? സുഖം. ഇന്ന് പാടാൻ പോകുന്ന ഗാനം നമ്മുടെ ഏത് പാട്ടാണ്? വാതിൽ പഴുതി. അത് ആരാണ് അതിൻ്റെ സംഗീതം എന്നറിയോ? അത് ഞാൻ ശ്രദ്ധിക്കണില്ല, അത്ര ശ്രദ്ധിക്കില്ല. അയ്യോ, ശ്രദ്ധിച്ച പ്രശ്നമാണല്ലേ. നല്ല അത്രയും പ്രശസ്തമായിട്ടുള്ളൊരു സംഗീത സംവിധാനമാണ് ആ പാട്ട്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ടാണ്. കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടോ? മ്യൂസിക്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമികൾ എന്തായാലും അറിയണം. എങ്ങനെയാണ്, അദ്ദേഹം ആരാണ് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. ഗുരുനാഥന്മാരോട് ചോദിക്കും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഇത്. എന്തായാലും നന്നായിട്ട് പാടാൻ ശ്രമിക്കൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.
യെസ്. റോഹൻ മനോഹരമായി പാടി. ഈ സിനിമ റോഹൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഈ പാട്ട് എത്ര വട്ടം കേട്ടിട്ടുണ്ട്? കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. കേട്ട്. പാട്ട് പഠിക്കുന്നത് എങ്ങനെ? കേട്ടാണോ പഠിക്കുന്നത്? അച്ഛ പഠിപ്പിക്കും, പിന്നെ കേൾക്കും, അത് പാടി പ്രാക്ടീസ്. ചില പാട്ടുകളാണെങ്കിൽ ഇപ്പം ആൻറ്റിക്ക് പാട്ടിനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഓരോ സ്ഥലങ്ങളും നമ്മുടെ മനസ്സിൽ, ഇപ്പം അങ്ങനെയാണല്ലോ എല്ലാവരുടെ മനസ്സിലുമാണ് ഈ പാട്ട്. അപ്പം എനിക്ക് തോന്നിയത് ആ വരികളെ കുറച്ചും കൂടെ, അതൊക്കെ ഇനി ജഡ്ജസ് പറയും, എന്നാലും ആൻറ്റിയുടെ ഒരു ഇതായിട്ട് പറഞ്ഞാൽ ആ വരികളെ കുറച്ചും കൂടെ ഇങ്ങനെ എന്താ അറിഞ്ഞു പാടുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. റോഹൻ. യെസ് സർ. റോഹൻ എങ്ങനെയാണ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തത്? അച്ഛൻ സെലക്ട് ചെയ്തതാണ്. അച്ഛനമ്മയും. നല്ലൊരു പാട്ടാണ്. എപ്പോഴും എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നല്ല ലൈനുകളാണ് ഇതെല്ലാം. ഓക്കെ, ഏതായാലും പാട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. അതിന് ആധികാരികമായി പറയാൻ നമ്മുടെ ഹരിമാഷൊക്കെ ഉണ്ട്. ഹായ് റോ. ഹലോ മാം. എനിക്കറിയാം അമ്മേ, ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ വോയിസ് നമുക്ക് തന്നെ വില്ലനാവുന്ന ഒരു സമയമാണ്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് വോയിസ് ചേഞ്ചിൻ്റെ ടൈമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് തടസ്സങ്ങളുണ്ടാവും. പാടുമ്പോൾ ഒരു ഫ്ലോ കിട്ടില്ല ടീച്ചർക്കറിയാം. പക്ഷേ ഇയാളെ ജ്ഞാനം എന്താണെന്നാണ് പാട്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ സംഗതികളൊക്കെ ഒരുവിധം കറക്റ്റ് ചെയ്യാൻ നല്ലോണം ശ്രമം നടന്നിട്ടുണ്ട്. ഓക്കെ, അത് കേൾക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട്. ഹൈ നോട്ട് പോകുമ്പോൾ വാക്കുകളുടെ വ്യക്തത കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. അത് അറിയുന്നുണ്ടാവും അല്ലേ? അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് ഈ പാട്ടെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മുഴുവൻ ഹൃദയസ്ഥമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ആ ഒരു സമയം എന്നല്ല, ഇപ്പോഴത്തെ സമയത്തെ കുട്ടികൾക്ക് പോലും ഈ പാട്ട് ഇഷ്ടമാണ്. അത്രയും ഒരു എന്താ പറയുക, എല്ലാവരുടെ ചുണ്ടിലുമുള്ള ഒരു മെലഡി എന്ന് പറയാം. അതുകൊണ്ട് ഇത്തരം പാട്ടുകൾ എടുക്കാൻ നമ്മൾ ധൈര്യം കാണിക്കുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ്. ഓക്കെ, നന്നായി ആ പാട്ടിനോട് നീതി പുലർത്താൻ മോൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ രോഹൻ. യെസ് സർ. ആകെ ടയേർഡായാലോ അല്ലേ? ശബ്ദത്തിന് പ്രോബ്ലം ഉണ്ടോ ശരിക്കും? ഒരു പ്രോബ്ലം ഉണ്ടോ? പക്ഷേ നമ്മൾ കേട്ടപ്പോൾ തോന്നിയില്ല. ശബ്ദത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ തിങ്ക് ചെയ്യേണ്ടതാണ്. എൻ്റെ ശബ്ദം ഇപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ശബ്ദമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് പല പല പ്രശ്നങ്ങൾ വരും, നോർമലി എല്ലാവർക്കും. അത് നമ്മുടെ ശബ്ദത്തിന് ബാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മുടെ ത്രോട്ടിനായിരിക്കില്ല പ്രോബ്ലം. അപ്പോൾ നമ്മൾ പോയിട്ട് വല്ല ആൻറ്റിബയോട്ടിക്കോ, ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ സ്റ്റൊമക്കിൽ ഡയലൂട്ട് ആവേണ്ട എന്തെങ്കിലും കെമിക്കൽ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരും. അത് നമ്മുടെ ശബ്ദത്തിന് ബാധിക്കും. പിന്നെ മോന് നല്ല ശബ്ദമുണ്ട്, പക്ഷെ മോനത് പാടുന്നൊരു സ്റ്റൈലിന് ചെറിയൊരു ഇതുണ്ട്. ഇപ്പോൾ ദിൽ പഴുതിലൂടെ ഇങ്ങനെയാണ് പാടിപ്പോകുന്നത്. അതൊന്ന് ഓപ്പൺ ആക്കി. പിന്നെ രണ്ടാമത് മൈക്ക് ഇങ്ങനെയാണ് പിടിക്കുന്നത്, നോസിൻ്റെ അടുത്തേക്കാണ് മൈക്ക് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ പാട്ടിലെ ചില അക്ഷരങ്ങൾ നോസിലൂടെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനെയാണ് എയർ ഔട്ട് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ച് പാടുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് മാറ്റങ്ങൾ വരാം. ഇപ്പോൾ ശബ്ദം, യു ഹാവ് എനി വോയിസ് പെയിൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ വോയിസ് പ്രശ്നമുണ്ടോ? ഇപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്ങനെ ഈസിയായി പാടുന്നുണ്ടല്ലോ. അത് നമ്മുടെ മനസ്സിൻ്റെ പ്രോബ്ലമാണ്. നമ്മളിപ്പോൾ നമ്മുടെ വോയിസ് എത്രത്തോളം ഏത് റേഞ്ച് വരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുക. മോന് ഞാൻ 45 ആണ് തരുന്നത്. ഹാപ്പി അല്ലേ? താങ്ക് യു സർ. ഓക്കെ, ഞാൻ 45 ആണ് തന്നിരിക്കണം മാർക്ക് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. എന്നാലും സാർ ഒരു 43 മോന് തരുന്നതാണ് കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ഔട്ട് ഓഫ് 50. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. Co-sponsors: Ambadi Restaurant, Vinmosa Travels, Sweet Basket, Happy Baby Mobiles, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors: Iris Imaging and Diagnostic Center, Alia Kids Entertainment Center, Defender Security Service, Sikine Innovation based on quality and NK Group.